കൊച്ചിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രശസ്തമായ വേൾഡ് വൈഡ് എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ് ലോഞ്ചാണ് രംഗം. ആഡംബരത്തിന്റെ പ്രൗഢിയും ശാന്തവുമായ അന്തരീക്ഷം, കൃത്യതയാർന്ന മികച്ച സേവനമെന്നെഴുതിയ ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ദുബായ് വിമാനം സാങ്കേതിക തകരാറ് കാരണം 2 മണിക്കൂർ വൈകിയെന്ന അറിയിപ്പ് വരുന്നു. യാത്രക്കാർക്കിടയിൽ അസ്വസ്ഥത പടർന്നു. അപ്പോഴാണ് സാധാരണക്കാരനായ ഒരാൾ വില കുറഞ്ഞ മുഷിഞ്ഞ ഒരു ഷർട്ടും കൈലിമുണ്ടും ധരിച്ച് അവിടേക്ക് കയറി വന്നത്. അയാളുടെ കയ്യിൽ സിപ്പ് പോയ ഒരു പഴയ ബാഗുമുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് സ്ഥലം മാറി ലോഞ്ചിൽ കയറിയതാണോ എന്ന് പലരും സംശയിച്ചു. അദ്ദേഹത്തിന്റെ പേര് രഘുവരൻ എന്നായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ യൂണിഫോം ധരിച്ച് കൗണ്ടറിലിരുന്ന അരുന്ധതി എന്ന യുവതി മുഖം ചുളിച്ച് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇത് സാധാരണ വെയിറ്റിംഗ് ഏരിയ അല്ല. നിങ്ങളുടെ ടിക്കറ്റ് കൊണ്ട് കാണിക്ക്, വഴിതെറ്റി വലിഞ്ഞു കയറിയതാവാം. രഘുവരൻ വിനയത്തോടെ പറഞ്ഞു, മാഡം, എന്റെ ബോർഡിംഗ് പാസ് ഇതാ. ദുബായ് ഫ്ലൈറ്റ് വൈകുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്റെ അടിയന്തര പ്രാധാന്യമുള്ള കാർഗോ ആ വിമാനത്തിൽ പോകേണ്ടതാണ്. അതിന്റെ വിവരങ്ങൾ എനിക്കറിയണം. അരുന്ധതി അദ്ദേഹത്തിന്റെ വേഷം കണ്ട് പരിഹസിച്ചു. കാർഗോയോ? നിങ്ങളുടെ കാർഗോ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ പുറത്തുപോയി വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ. ഞങ്ങൾ ബിസിനസ് ക്ലാസ് യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരക്കാരോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. രഘുവരൻ ശാന്തനായി പറഞ്ഞു, മാഡം, നിങ്ങൾ തിരക്കാണെങ്കിൽ മാനേജറെ ഒന്ന് അറിയിക്കൂ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാത്തിരിക്കാൻ തീരെ സമയമില്ല. മാനേജർ പുറത്തേക്ക് വന്ന് രഘുവരനെ കണ്ടപ്പോൾ ഇതൊരു ഫ്ലൈറ്റ് ഡിലേയുടെ പേരിൽ ബഹളമുണ്ടാക്കാൻ വന്ന സാധാരണക്കാരനാണെന്ന് കരുതി. സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവഗണിച്ചു വിട്ടു. രഘുവരൻ നിശബ്ദനായി ഒരു മൂലയിലെ കസേരയിലിരുന്നു. ഇവരെങ്ങനെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കിട്ടി? ഇവനെ ആരോ പറഞ്ഞു വിട്ടിട്ട് വെറുതെ വള്ളി പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ചുറ്റുമുള്ള യാത്രക്കാർ അടക്കം പറഞ്ഞു. അപ്പോഴാണ് ആദർശ് എന്നൊരു ജൂനിയർ എയർപോർട്ട് ജീവനക്കാരൻ അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് യാത്രക്കാരുള്ള പെരുമാറ്റത്തിൽ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. രഘുവരനെ കണ്ടപ്പോൾ അദ്ദേഹത്തോടുള്ള മറ്റാളുകളുടെ മോശം പെരുമാറ്റം ആദർശിന് ഇഷ്ടപ്പെട്ടില്ല. ആദർശ് നേരെ രഘുവരന്റെ അടുത്തേക്ക് ചെന്ന് വിനയത്തോടെ ചോദിച്ചു, സാർ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഫ്ലൈറ്റ് വൈകിയതിലുള്ള ബുദ്ധിമുട്ടിൽ താങ്കളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കാം. രഘുവരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാനേജറുടെ കാർഗോയുടെ കാര്യം സംസാരിക്കാൻ വന്നതാണ്. അത് വൈകിയാൽ വലിയ പ്രശ്നമാകും. ആദർശ് ഉടൻ തന്നെ മാനേജറെ സമീപിച്ചു. എന്നാൽ മാനേജർ, അയാളോടൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആദർശിനെ തിരിച്ചയച്ചു. തുടർന്ന് രഘുവരൻ ശാന്തനായി എഴുന്നേറ്റു. അദ്ദേഹം തന്റെ കയ്യിലെ പഴയ ബാഗ് ടേബിളിൽ വെച്ചു. ഇത് കണ്ട മാനേജർ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാണ് ഈ പാഴ്വസ്തുക്കളുമായി ഇവിടെ വന്നത്? പോയി പുറത്ത് വെയിറ്റ് ചെയ്യും. രഘുവരൻ ശാന്തനായി ബാഗ് ചൂണ്ടി. സാർ, ഞാൻ പോകുന്നു. പക്ഷേ ഈ ബാഗിൽ എന്റെ പ്രധാനപ്പെട്ട ചില ഡേറ്റ ഷീറ്റുകളുണ്ട്. അതൊന്നും പരിശോധിക്കുന്നത് താങ്കളുടെ എയർലൈൻസിന് ഉപകരിക്കും എന്ന് പറഞ്ഞു. രഘുവരൻ പുറത്തേക്ക് പോകുമ്പോൾ വാതിക്കൽ തിരിഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഈ വിവേചനത്തിന്റെ അനന്തരഫലം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ലോഞ്ചിൽ നിന്ന് പുറത്തുപോയി. മാനേജർ ഇത് കാര്യമാക്കിയില്ല. എന്നാൽ ആദർശ് രഘുവരൻ നൽകിയ ബാഗിലെ ഡേറ്റ ഷീറ്റുകൾ എടുത്തു. അതിൽ കണ്ട വിവരങ്ങൾ ആദർശിനെ ഞെട്ടിച്ചു. രഘുവരൻ എന്നയാൾ തങ്ങളുടെ എയർലൈൻസിന്റെ പ്രധാന എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റും അതോടൊപ്പം കമ്പനിയുടെ 55% ഷെയറുകളുടെയും ഉടമയുമാണെന്ന് ആ രേഖകൾ വ്യക്തമാക്കി. മാത്രമല്ല, ഇന്ന് വൈകി വിമാനത്തിന്റെ തകരാർ സംബന്ധിച്ച ഏറ്റവും പുതിയ ടെക്നിക്കൽ റിപ്പോർട്ടുകളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആദർശ് ഞെട്ടലോടെ ആ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് മാനേജറെ കാണിക്കാൻ ചെന്നു. തിരക്കിലായിരുന്ന മാനേജർ, എനിക്കിപ്പോൾ സമയമില്ല, നിപ്പോ എന്ന് പറഞ്ഞ് ആദർശിനെ തട്ടിമാറ്റി. അടുത്ത ദിവസം രാവിലെ എയർലൈൻസിന്റെ ബോർഡ് മീറ്റ് നടക്കുമ്പോൾ രഘുവരൻ മുന്തിയ സ്യൂട്ടിൽ അവിടേക്ക് കയറി വന്നു. കൂടെ കമ്പനിയുടെ ലീഗൽ ടീമും ഉണ്ടായിരുന്നു. മാനേജർ വിക്രം മേനോൻ ഭയത്തോടെ എഴുന്നേറ്റു. രഘുവരൻ ശാന്തമായ എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, മിസ്റ്റർ മേനോൻ, ഇന്നലെ എന്റെ കാർഗോ പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല. എന്റെ വേഷം കണ്ട് നിങ്ങൾ എന്നെയും അതുവഴി എന്റെ കമ്പനിയോടുള്ള പ്രതിബദ്ധതയും നിങ്ങൾ ചോദ്യം ചെയ്തു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ മാനേജർ പദവിയിൽ നിന്ന് നീക്കുന്നു. മാനേജർ ഞെട്ടി. നിങ്ങൾ ആരാണ്? രഘുവരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഡോക്ടർ രഘുവരൻ. ഈ എയർലൈൻസിന്റെ 55% ഷെയറുകളുടെയും ഉടമയും ചീഫ് ടെക്നിക്കൽ കൺസൾട്ടന്റുമാണ്. നിങ്ങൾ ഇന്നലെ അപമാനിച്ച കാർഗോ റിപ്പോർട്ട് ഇന്ന് ഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു സുപ്രധാന റെഗുലേറ്ററി മീറ്റിംഗിൽ അവതരിപ്പിക്കാനുള്ളതായിരുന്നു. നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി. അദ്ദേഹം തുടർന്നു, മനുഷ്യത്വത്തോടെ പെരുമാറിയ മിസ്റ്റർ ആദർശിനെ പുതിയ ഓപ്പറേഷൻ മാനേജറായി നിയമിക്കുന്നു. ജോലിയോടുള്ള നിങ്ങളുടെ അനാസ്ഥ, യാത്രക്കാരോടുള്ള നിങ്ങളുടെ വിവേചനം, ഇതെല്ലാം കമ്പനിക്ക് ദോഷകരമാണ്. നിങ്ങളുടെ അർഹത നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തി. പിന്നെ അരുന്ധതി എന്ന പെണ്ണുണ്ടല്ലോ, വീട്ടിൽ പോയിക്കളാൻ പറഞ്ഞേക്ക്. അവളെ ഇവിടെ ആവശ്യമില്ല. ശേഷം എയർലൈൻസിന്റെ അന്തരീക്ഷം പാടെ മാറി. സാധാരണക്കാരെ പോലും ബഹുമാനത്തോടെ കാണാൻ ജീവനക്കാർ നിർബന്ധിതരായി. കാരണം വേഷത്തിലല്ല, മറിച്ച് നന്മയിലും അറിവിലും അധികാരത്തിലുമാണ് ഒരാളുടെ മൂല്യം, അഹങ്കാരത്തിലല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി.